ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജ്യൂസെന്നോ ഷേക്കെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം മാങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഈന്തപ്പഴം മതി, കൂടുതൽ വേണ്ട. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. നമ്മളിവിടെ ആകെ എടുക്കുന്നത് 1 കപ്പ് പാലാണ്. പക്ഷേ ഇപ്പം മൊത്തം കൂടെ ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് പാലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് അരഞ്ഞു കിട്ടാനായിട്ട് ഇച്ചിരി പാട് വരുവേ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, തേനാണ് ഉപയോഗിക്കുന്നത്. അത് മധുരത്തിനനുസരിച്ച് 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ആ പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 1 കപ്പ് പാലേ ചേർത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ പാല് ചേരും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് മാത്രം ഒന്ന് നോക്കണേ, ആവശ്യമുണ്ടെങ്കിൽ തേനിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഇത് മധുരം എല്ലാം പാകമാണ്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് മാങ്ങാപ്പഴവും പാലും നല്ല തണുപ്പുള്ളതായിരിക്കാൻ ഒന്ന് നോക്കണേ. ഇച്ചിരി ഒന്ന് മാങ്ങാപ്പഴം ഒന്ന് ഇച്ചിരി ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.